നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം അവിടെ നടന്നിട്ടുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, അതായത് അവിടുത്തെ താഴിക്കുടങ്ങൾ അടക്കം അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അതേപോലെ തന്നെ വിഗ്രഹങ്ങൾ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അതേപോലുള്ള നിരവധി സംഭവങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള വലിയ കൊള്ളയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതേപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 1500 അമ്പലങ്ങളിൽ നടന്നിട്ടുള്ളതും നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറമുള്ള കൊള്ളയാണ്. അതായത് കേരളത്തിൽ എവിടേക്ക് എന്തൊക്കെ കൊള്ള ചെയ്യാമെന്ന് കൃത്യമായി പഠിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. നേരത്തെ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ കൃത്യമായി ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദേശത്ത് എത്ര കോടി രൂപയുണ്ടെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല. കാരണം നേരത്തെ എൻ്റെ കൈവശം കിട്ടിയിരുന്നത് 10,000 കോടി രൂപയുടെ രേഖകളാണ്. അത് പല മേഖലകളിൽ നിന്ന് അദ്ദേഹം തട്ടിപ്പ് നടത്തിയ വഴിയാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാം അവിടെ പുതുക്കി പണിയാതിരിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ഗവൺമെൻറ് കൊടുക്കുന്ന ഓരോ കൊല്ലം കൊടുക്കുന്ന 100 കോടി രൂപ അടിച്ചു മാറ്റുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായുള്ള രേഖ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതൊക്കെ തന്നെ പോലീസ് കടത്തിക്കൊണ്ടുപോയി ഓഫീസർ റെയ്ഡ് ചെയ്ത്. അപ്പോൾ ഇപ്പം അതിൻ്റെ പല കൊള്ളയെക്കാട്ട് ഏറ്റവും വലിയ കൊള്ള നടന്നിട്ടുള്ള കേരളത്തിൽ ശബരിമലയിലും അതേപോലെ അനുബന്ധ അമ്പലങ്ങളിലുമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലന്മാരെ, വമ്പൻ സ്രാവുകളെ ഇതുവരെ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടും ദ്വാരപാലക വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഉള്ള സംഭവങ്ങളിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയത് വഴി സ്വർണം തട്ടിയെടുത്തത്, അതായത് മല്യ കൊടുത്ത സ്വർണം എങ്ങനെ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം. ആ സ്വർണം പൂശിയ സ്ഥലത്ത് നിന്ന് അത് പിന്നീട് മാറ്റി സ്വർണം പൂശാന്നുള്ള പേരിൽ കൊണ്ടുപോയി അവസാനം ഉള്ള സ്വർണം അടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്, ഇപ്പോഴത്തെ കേസുകൾ. അത് അന്ന് അടിച്ച സ്വർണം പൂശിയ പല അവിടെയുള്ള വാതിൽപ്പാളികളും അതേപോലെയുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ ആ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോയി തട്ടിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകം 11 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിന് കാരണം പ്രത്യേകം പറയുകയാണ്, ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ പിണറായി വിജയൻ നേരിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരാളും പ്രതിയാവില്ല, എല്ലാവരും രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട്. കാരണം പ്രധാനപ്പെട്ട വില്ലൻ പിണറായി വിജയൻ ആയതുകൊണ്ട്, പിണറായി വിജയൻ അറിയാതെ ഒരു തരി സ്വർണം പോലും ആരും മോഷ്ടിക്കാൻ ധൈര്യപ്പെടില്ല എന്നുള്ളത് കൊണ്ട്, ഇതിൻ്റെ പ്രധാന പങ്കാളി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്നതുകൊണ്ട് അവിടെ ഒരു അന്വേഷണം നടക്കില്ല, എല്ലാം അട്ടിമറിക്കപ്പെടുമായിരുന്നു. കാരണം ലാവ്ലിൻ കേസ് ഇത്രയും കൊല്ലം കൊണ്ട് നടന്നിട്ടും കോടതിയിൽ പോലും വിലയ്ക്ക് വാങ്ങുന്ന ജഡ്ജിമാരെ പോലും വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് മുമ്പ് അദ്ദേഹത്തിൻ്റെ കേസ് ഡിസ്ചാർജ് ചെയ്ത ജഡ്ജിമാരെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ എന്തായാലും ഇതുവരെ അറസ്റ്റ് ചെയ്ത ആര് എന്ന് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇതിലെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിനെ 2025 ഒക്ടോബർ 16 അറസ്റ്റ് ചെയ്യുന്നത്. സ്പോൺസർ, 1-ാം പ്രതി, സ്വർണം തട്ടിയെടുത്തതിൽ പ്രധാന പങ്കിതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം. രണ്ടാമത്തെ ആൾ മുരാരി ബാബു, ഒക്ടോബർ 22 അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ അറസ്റ്റ് നടന്നു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ 22 ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. സ്വർണം ചെമ്പ് ആണെന്ന് രേഖപ്പെടുത്തി കൊടുത്തു. അതായത് സ്വർണം ഉണ്ടായിട്ട് അത് ചെമ്പാണെന്ന് മാറ്റിയിട്ട് സ്വർണം കൊള്ളയടിക്കാനുള്ള ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളാണ് മുരാരി ബാബു. അയാൾ മഹാവില്ലനാണ്. പല അമ്പലങ്ങളിൽ നിന്നും അദ്ദേഹം എവിടേക്ക് ഇരുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ അവിടെയുള്ള അമ്പലങ്ങളിലെ വിലപ്പെട്ട സാധന സാമഗ്രികൾ അടിച്ചുകൊണ്ടുപോയി കുറഞ്ഞ വിലയ്ക്ക് തൂക്കി വിൽക്കുന്ന ഒരാളാണ്. പിന്നീട് കോടിക്കണക്കിന് രൂപ അപ്പുറത്തുനിന്ന് മേടിക്കുന്ന ഒരാളാണ് മുരാരി ബാബു. പത്മകുമാർ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ MLA ആയിരുന്നു മുമ്പത്തെ പത്തനംതിട്ടയിലെ. കൂടാതെ അദ്ദേഹം CPM-ൻ്റെ പ്രമുഖ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു പത്തനംതിട്ടയിൽ. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ അനുകൂലിയും കൂടെ നിൽക്കുന്ന ഒരാളാണ്. പിണറായി വിജയൻ എന്താണ് പറയുന്നത് അതെല്ലാം അനുസരിക്കുന്ന ആളാണ്. ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ നിയമിച്ച ആളാണെന്ന് കൃത്യമായി പറയാൻ പറ്റും. പത്മകുമാർ നവംബർ 20 അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ കൊല്ലം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റായിരുന്നു. ഗുരുതര ഔദ്യോഗിക കൃത്യവിലാപം വഴി സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചു. അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. പിന്നെ കൂടാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നവംബർ 20. അതിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് 3 പേരുണ്ട്. D സുധീഷ് കുമാർ ഒക്ടോബർ 31 അറസ്റ്റ് ചെയ്തത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയിട്ട് കൊടുത്തതിലെ മുഖ്യ പങ്കാണ് അദ്ദേഹത്തിനുള്ള ഗൂഢാലോചന പങ്കുണ്ട്. പിന്നെ KS ബൈജു നവംബർ 6 അറസ്റ്റ് ചെയ്തത്. ശബരിമല മുൻ തിരുവാഭരണം കമ്മീഷണറാണ്.
സ്വർണത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ ജാഗ്രത പുലർത്തിയില്ല, ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തു വിടുന്ന സമയത്തെ വിവാദ ഉത്തരവിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ശ്രീകുമാർ. അദ്ദേഹം സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചുമതലയുണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ എട്ടാമത്തെ ആൾ എന്ന് പറയുക RPN ഗോവർദ്ധനാണ്. അതായത് ബെല്ലാരി രാജ എന്നറിയപ്പെടുന്ന ജ്വല്ലറി ഉടമയാണ്. അദ്ദേഹം മോഷ്ടിച്ച സ്വർണം അദ്ദേഹം വാങ്ങുകയും പണം കൊടുത്തു എന്നുള്ള റെക്കോർഡുണ്ട്. ഡിസംബർ 19 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പങ്കജ് ഭണ്ഡാരി ഡിസംബർ 19 രണ്ടുപേരും ഒരുമിച്ചാണ് അറസ്റ്റ് ചെയ്തത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് CEO സ്വർണ്ണപ്പാളികൾ ഒരുക്കി കടത്താൻ സാധിച്ചു. അവിടെയാണ് ഉണ്ണീഷൻ പോറ്റി കൊണ്ടുപോയത്. പിന്നെ അടുത്ത ആൾ N വാസുവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറും കട്ടിലപ്പാളിയിലെ സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്താൻ ശുപാർശ ചെയ്ത്, സ്വർണ്ണമാണെന്നുള്ളത് ചെമ്പാക്കി മാറ്റാൻ ശുപാർശ ചെയ്ത ആളാണ് ഇവിടെ വാസുവേട്ടൻ്റെ CPMൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. പിണറായി വിജയൻ്റെ വലങ്കൈയാണ്. ഉണ്ണീഷൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറാൻ കൂടാതെ നടത്തിയ ആളും ഇദ്ദേഹമാണ്. പിന്നെ വിജയകുമാർ ഡിസംബർ 29 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്. ദേവസ്വം ബോർഡ് മുൻ അംഗമാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറ്റം. കണ്ഠര് രാജീവരാണ് അവസാന അറസ്റ്റിലായി. ഇന്നലെ 2026 ജനുവരി 9 അറസ്റ്റ് ചെയ്തത്. ശബരിമല തന്ത്രിയാണ് ആയിരുന്നു. അപ്പം ഇത്രയും പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇനി അറസ്റ്റ് ചെയ്യാൻ പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ശങ്കരദാസാണ്. അതായത് 2019 കാലഘട്ടത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു അദ്ദേഹം. DIG പ്രേമശങ്കറിൻ്റെ ഫാദറാണ് അദ്ദേഹം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം ഹൈക്കോടതി ഉത്തരവ് അത്രയും സ്ട്രോങ് ആണ്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടുള്ളതാണ്. അദ്ദേഹം ക്യാൻസർ മൂലം ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു കാരണമാണ് പറയുന്നത്. പക്ഷേ ക്യാൻസർ ആയാലും എന്തായാലും അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതി നേരത്തെ ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. വേറൊരാൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആൾ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനാണ്. ഇവർ കഴിഞ്ഞാൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ മന്ത്രിയായിരുന്നു. 2016 മുതൽ 2021 വരെ ദേവസ്വം ബോർഡ് മന്ത്രി ആയിരുന്നു. ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കടകം സുരേന്ദ്രൻ പറയാതെ ചെയ്യില്ല എന്ന് ഏത് ആര്യാഹാരം കഴിക്കുന്ന കുട്ടിക്ക് അറിയാം. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്താണ്. അതേപോലെ അടുത്ത ആൾ ദേവസ്വം ബോർഡ് മന്ത്രി ഇപ്പോഴത്തെ വാസവനാണ്. കാരണം വാസവൻ്റെ കാലത്താണ് ഇതൊക്കെ നടന്നത്. ഇത് വാസവനും കൂടി അറിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ ആൾ എന്ന് പറയുന്നത് കാരണഭൂതനാണ്. കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. പിണറായി അറിയാതെ ഏതെങ്കിലും ഒരു കള്ളത്തരം ഈ ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടത്താൻ കഴിയുമോ? ഇനി അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൽ പള്ളിക്കത്തോട് അമ്പലത്തിൽ കൊണ്ടുവന്ന് ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരു BJP നേതാവുണ്ട്. ആ BJP നേതാവ് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ടയിലെ ചാർജുള്ള മേഖലാ പ്രസിഡന്റാണ്. അദ്ദേഹം ഇതിലെ മുഖ്യ കണ്ണിയവർ നടൻ ജയറാം. അതായത് പള്ളിക്കത്തോട് ക്ഷേത്രത്തിൽ വന്നപ്പോൾ ജയറാമും ഇവിടെ വന്നിരുന്നു. ജയറാമിൻ്റെ വീട്ടിലും ഈ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലുള്ള നിരവധി ആളുകളെ, ഇനി വമ്പൻ സ്രാവുകളെ അറസ്റ്റ് ചെയ്യാണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിനുവേണ്ടി ഇടനിലക്കാരായി നിന്നുള്ള ആളുകളെ അടക്കം അറസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശബരിമല തന്ത്രി. ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടെ അവസാനിക്കുന്നില്ല, തന്ത്രിയിൽ നിന്ന് തുടങ്ങുകയാണ് വേണ്ടത്. പക്ഷേ അത് കേസ് അട്ടിമറിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ ശബരിമല അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. പക്ഷെ ഇന്നലത്തെ അവരുടെ നീക്കം കണ്ടിട്ട് തന്ത്രിയുടെ പേരിൽ കൃത്യമായ തെളിവില്ലാതെ അദ്ദേഹത്തെ മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു രേഖ വേണം. അതായത് ഇത്തരം കാര്യങ്ങൾക്ക് ദേവനുമായിട്ട് സംസാരിച്ച് കൊടുക്കുന്ന ഒരു ലെറ്ററാണ്. ആധികാരികമായി കൊടുക്കുന്ന തന്ത്രി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൂതനാണ്. ദൂതനും ദൈവവും തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ സംസാരിച്ച ശേഷം ഒരു റിട്ടേൺ ലെറ്റർ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ലെറ്റർ ഇല്ലാതെ, തെളിവില്ലാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൗനാനുവാദം കൊടുത്തു എന്ന് പറയുന്നത് തെളിവ് നിൽക്കാത്തതാണ്. എന്തായാലും കേരളത്തെ അല്ല ഇന്ത്യയെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നു ശബരിമല പ്രശ്നം. കാരണം ശബരിമലയിലേക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് നിന്നടക്കം ആളുകൾ വരാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ സ്ഥലം കൊള്ള ചെയ്തതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഞെട്ടിക്കുന്ന തെളിവുകളും സംഭവ പരമ്പരകളും വരാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇത്രയാണ്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകേണ്ടവരും ആരൊക്കെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നന്ദി, നമസ്കാരം.